കാശുള്ള അല്ലെങ്കിൽ അന്ന് ഫീസ് അടയ്ക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികൾ ആ കമ്പ്യൂട്ടർ ലാബിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ പുറമേ നിന്ന് ഇങ്ങനെ എത്തി നോക്കിയിട്ടാണ് കമ്പ്യൂട്ടർ ഇങ്ങനെ ഒരു ജനലിൽ കൂടെ ലാബിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടുള്ള ഒരു ഇത് മാത്രമാണ് നമ്മൾ ഓർമ്മയിലുള്ളൂ. കമ്പ്യൂട്ടർ എന്താണെന്ന് അങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നമ്മൾ കമ്പ്യൂട്ടറിൽ വേറെ അന്ന് പഠിക്കാനൊരു സാഹചര്യം ഇല്ലാത്തത് നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റിയില്ല. ഒരു 21ാമത്തെ വയസ്സിൽ ഞാൻ ഈ സ്ഥാപനം എൻ്റെ ആ സ്വപ്നം ഞാൻ അങ്ങോട്ട് സാക്ഷാത്കരിച്ചു. ഒറ്റയ്ക്ക് നമ്മൾ അതിൽ ഉണ്ടായിരുന്നു എല്ലാ സമയവും. പക്ഷേ ഇവരെല്ലാം കൂട്ടുകാരുടെയും നമ്മുടെ കസിൻസിൻ്റെ എല്ലാവരുടെയും സൗഹൃദത്തിനും ആ ഒരു സൗഹൃദ ബന്ധങ്ങളും അവരുടെ ഒരു ഫുൾ സപ്പോർട്ടിലായിരുന്നു നമ്മൾ ആ തുടക്കകാലങ്ങളിലെല്ലാം ശരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. 25 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു കാൽ നൂറ്റാണ്ട് മുമ്പ്, കമ്പ്യൂട്ടർ എന്നൊക്കെ ആളുകൾ കേട്ടു തുടങ്ങുന്ന ഒരു കാലത്ത് കാലടി പോലൊരു സ്ഥലത്ത് ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം തുടങ്ങി അതിനെ വിജയിപ്പിച്ച് അതിലൂടെ വിവിധ കോഴ്സുകൾ ഒരുപാട് പേർക്ക് പഠിക്കാൻ അവസരമുണ്ടാക്കി ഇന്ന് ബിസിനസ്സിൻ്റെ പല മേഖലകളിലേക്ക് ഏറ്റവും നൂതനമായിട്ടുള്ള പുതിയ ബിസിനസ്സുകളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ശ്രീ മനോജാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. വെൽക്കം മനോജ്. മനോജ് എന്ന് പറയുമ്പോൾ ചിലപ്പം കൂടുതൽ പേർക്ക് പെട്ടെന്ന് പിടിയിട്ടില്ല, പക്ഷേ SIT മനോജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് പരിചയം ഉണ്ടാവും. ശരിക്കും നമ്മളൊരു 25 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെയല്ല, കമ്പ്യൂട്ടർ എന്ന് തന്നെ ആളുകൾ കേട്ടുവരുന്നേ ഉള്ളൂ. അപ്പോഴാണ് കമ്പ്യൂട്ടറിൽ പല വിധത്തിലുള്ള കോഴ്സുകൾ ഉണ്ടെന്നും ഇതൊക്കെ അറിയാൻ വളരെ അപൂർവമായി മാത്രം അറിഞ്ഞിരുന്ന ആ കാലഘട്ടത്തിൽ ഇത്തരം ഒരു സ്ഥാപനം, SIT പോലൊരു സ്ഥാപനം തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ആക്ച്വലി ഞാൻ ഡിഗ്രി കഴിഞ്ഞ് വന്നപ്പം തുടങ്ങിയത് പഠിച്ചത് PGDC എന്നുള്ള കോഴ്സായിരുന്നു. PGDC കോഴ്സ് കഴിഞ്ഞു. അതിനുശേഷം ഹാർഡ്വെയർ കോഴ്സായിരുന്നു, കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ കോഴ്സായിരുന്നു കഴിഞ്ഞ്. അത് കഴിഞ്ഞ് കാലടി തന്നെ വേറെ പ്രമുഖമായ 2-3 സ്ഥാപനങ്ങളിൽ ഞാൻ കമ്പ്യൂട്ടർ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തു. വർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിക്കൂടാന്നൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തോന്നുകയും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം ഇങ്ങനെ എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്ത് വന്നു. അതിൻ്റെ ഏകദേശം ഒരു 21ാമത്തെ വയസ്സിൽ ഞാൻ ഈ സ്ഥാപനം എൻ്റെ ആ സ്വപ്നം ഞാൻ അങ്ങോട്ട് സാക്ഷാത്കരിച്ചു. ഒരു ഡിസംബർ 2001 ഡിസംബർ 5-ാം തീയതി ഞാൻ എൻ്റെ സ്ഥാപനം തുടങ്ങുകയായിരുന്നു. അന്ന് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ, ആദിശങ്കർ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പാൾ, IT വിഭാഗത്തിലെ പ്രിൻസിപ്പാളായിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ. അങ്ങനെ സ്ഥാപനം അന്ന് മുതൽ തുടങ്ങി. പിന്നെ തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ തുടങ്ങാനുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തപ്പോൾ മുതലുള്ള ഒരു ആഗ്രഹമാണ് ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങണമെന്ന്. ശരിക്കും ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അവിടെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കുന്ന അതായത് സ്കൂളിൽ കമ്പ്യൂട്ടർ കോഴ്സ് നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ 5 പഠിക്കുന്ന സമയത്തൊക്കെ അവിടെ സ്കൂളിൽ കമ്പ്യൂട്ടർ കോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷേ അന്ന് ഈ കമ്പ്യൂട്ടർ കോഴ്സ് ചേരണമെങ്കിൽ നല്ലൊരു ഫീസ് നമുക്ക് അവിടെ കൊടുക്കണം. പക്ഷേ അന്നത്തെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് അച്ഛൻ സ്കൂളിൽ മാഷായിരുന്നെങ്കിലും അന്നത്തെ ഒരു സാഹചര്യം വെച്ച് നമുക്ക് ആ ഒരു കോഴ്സ് പഠിക്കാൻ സാധിച്ചിരുന്നില്ല. അത് നമുക്ക് അന്ന് സാധിച്ചില്ല. അപ്പം കാശുള്ള അല്ലെങ്കിൽ അന്ന് ഫീസ് അടയ്ക്കാൻ കഴിവുള്ള വിദ്യാർത്ഥികൾ ആ കമ്പ്യൂട്ടർ ലാബിലേക്ക് പോകുമ്പം നമ്മളൊക്കെ പുറമേ നിന്ന് ഇങ്ങനെ എത്തി നോക്കിയിട്ടാണ് കമ്പ്യൂട്ടർ ഇങ്ങനെ ഒരു ജനലിൽ കൂടെ ലാബിലേക്ക് ഇങ്ങനെ നോക്കിയിട്ടുള്ള ഒരു ഇത് മാത്രമാണ് നമ്മൾ ഓർമ്മയിലുള്ളൂ. കമ്പ്യൂട്ടർ എന്താണെന്ന് അങ്ങനെ കണ്ടിട്ടുണ്ട്, അല്ലാതെ നമ്മൾ കമ്പ്യൂട്ടറിൽ വേറെ അന്ന് പഠിക്കാനൊരു സാഹചര്യം ഇല്ലാത്തത് നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങളോടൊക്കെ അന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അത് അതിനുശേഷം താല്പര്യം ഉണ്ടായി. പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ നമുക്ക് ആ താല്പര്യം ഒന്നും കൂടി പൊടി തട്ടിയെടുത്തു. അപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ PGDC കോഴ്സ് ഞാൻ പഠിച്ചു. അതിനുശേഷം ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ ഹാർഡ്വെയർ കോഴ്സ് പഠിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പം അന്ന് എനിക്ക് ഈ കമ്പ്യൂട്ടർ ജനലിൽ കൂടെ അല്ലെങ്കിൽ ആ ലാബിലേക്ക് നോക്കിയിരുന്ന ഒരു വ്യക്തിക്ക് എനിക്ക് ഇപ്പം അത്യാവശ്യം കൊള്ളാവുന്ന ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യാനുള്ള ഒരു കഴിവ് വരെ അദ്ദേഹം സഹായിച്ച് നമുക്ക് പഠിക്കാനും അത് ചെയ്യാനും അത് പ്രവർത്തിപ്പിക്കാനും അത് പ്രവർത്തിച്ച കസ്റ്റമർക്ക് കൊടുക്കാനുമുള്ള ഒരു ഭാഗ്യം ലഭിച്ചു. അന്ന് ആ കൊച്ചു മനസ്സിൽ അന്ന് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, ആ സ്പാർക്ക് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ അതൊരു വിജയം തന്നെയായിട്ട് ഞാൻ മനസ്സിൽ കാണാറുണ്ട്. എന്ന് വെച്ചാൽ അന്ന് എനിക്കത് പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനത് പിന്നീട് എപ്പോഴോ അതിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റി തോന്നുന്നു. ഈ ഒരു യാത്രയിലെ ഈ കഴിഞ്ഞൊരു 25 വർഷത്തെ ഈ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള യാത്രയിൽ രസകരമായ എന്തെങ്കിലും സംഭവങ്ങൾ ഓർക്കുന്നുണ്ട്? എപ്പോഴും ഓർമ്മയിലുള്ള ഒരു സംഭവം? ഓർമ്മയിലുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സൗഹൃദങ്ങളുണ്ടായി. ഞാൻ
പഠിച്ചത് പാലക്കാടായിരുന്നു. ഡിഗ്രി വരെ കംപ്ലീറ്റ് ചെയ്തത് പാലക്കാടായിരുന്നു. പാലക്കാട് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കാലടിയിലേക്ക് വരുന്നു. അതായിരുന്നു പാലക്കാടാവാൻ കാരണം. പാലക്കാടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ അച്ഛൻ സ്കൂളിൽ മാഷായിരുന്നു, എയ്ഡഡ് സ്കൂളായിരുന്നു. അപ്പോൾ ആ സ്കൂൾ പാലക്കാടായതുകൊണ്ട് നമ്മൾ അവിടെ 25 വർഷമായിട്ട് എൻ്റെ ഡിഗ്രിയുടെ പഠന കാലയളവ് വരെ അവിടെയായിരുന്നു. അച്ഛൻ റിട്ടയർഡ് ആയതിനു ശേഷമാണ് നമ്മൾ കാലടി ഇങ്ങോട്ട് നാട്ടിലേക്ക് വരുന്നത്. അച്ഛൻ്റെ തറവാടൊക്കെ അവിടെ കാലടി തന്നെയായിരുന്നു. പക്ഷേ നാട്ടിലേക്ക് വരുന്നത് ഈ റിട്ടയർമെൻറ്റിന് ശേഷമാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. അപ്പം എനിക്ക് വേറെ സൗഹൃദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സ്ഥാപനമാണ് എനിക്ക് ഈ പറഞ്ഞ സൗഹൃദങ്ങളും കാലടിയുള്ള പരിചയങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്നത്. അതിൽ എനിക്ക് ഒത്തിരി സൗഹൃദങ്ങൾ കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഒത്തിരി കൂട്ടുകാർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ SIT-യിലൂടെ കാലടിക്കാരെ അല്ലെങ്കിൽ അങ്കമാലി കാലടി മേഖലയിലുള്ള ഒരുവിധം ആളുകളെ എല്ലാവരെയും കമ്പ്യൂട്ടർ വിദഗ്ധന്മാരാക്കി മാറ്റിയെന്ന് വേണം പറയാം. എല്ലാവർക്കും കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാവുന്നൊരവസ്ഥയിലേക്ക് എത്തി. ഒത്തിരി പേര് ആ സ്ഥാപനത്തിലൂടെ കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടി. അപേക്ഷകളൊക്കെ ഇപ്പോൾ എല്ലാം തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഗവൺമെൻറ്റിന് അപേക്ഷകളൊക്കെ സമർപ്പിക്കാനും ഒരുവിധ ആവശ്യങ്ങൾക്കെല്ലാം നമ്മൾ ഓൺലൈൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ SIT തുടങ്ങിയ സമയത്ത് ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ആളുകൾ വന്നിരുന്നോ? നമ്മുടെ അടുത്ത് അങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് കാണുന്ന അക്ഷയ സെൻറ്റർ അല്ലായിരുന്നു അന്ന് അക്ഷയ. അന്ന് സർക്കാരിൻ്റെ അക്ഷയ എന്നുള്ളൊരു പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 ആഴ്ചയോളം അവിടെ എല്ലാ ജനങ്ങൾക്കും കമ്പ്യൂട്ടർ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലൊരു അക്ഷയ സെൻറ്ററിൻ്റെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു. അതായത് എല്ലാ ജനങ്ങൾക്കും കമ്പ്യൂട്ടർ അറിയുക അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളൊരു രീതിയിൽ സർക്കാരിൻ്റെ ഒരു പ്രത്യേക പ്രൊജക്റ്റ് കിട്ടിയ അക്ഷയയുടെ സെൻറ്റർ കാലടിയിൽ നമ്മുടെ ആയിരുന്നു. കാലടിയിലെ അക്ഷയ സെൻറ്റർ ഞങ്ങളിലായിരുന്നു തുടങ്ങിയത്. അത് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ചേച്ചിയാണ് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ആൾ വന്ന് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ അക്ഷയ സെൻറ്റർ കാലടിയിലെ അക്ഷയ സെൻറ്റർ. അപ്പം അന്നത്തെ അക്ഷയ സെൻറ്ററിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർക്കാരിൻ്റെ ഒരു പദ്ധതിയായിരുന്നു. കമ്പ്യൂട്ടർ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ്. എനിക്ക് തോന്നുന്നു 50 രൂപയോ 60 രൂപയോ എന്തോ അത്രയേ ഉള്ളൂ. അത് 2 ആഴ്ച കമ്പ്യൂട്ടർ പഠിച്ച് പോകാവുന്നൊരു ബാക്കി സർക്കാരായിരുന്നു അതിന് പൈസ നമുക്ക് തന്നിട്ടിരുന്നത്. അപ്പോൾ ആ ഒരു ജസ്റ്റ് ഒരു ഇനീഷ്യൽ ചാർജസ് മാത്രം നൽകി ഒത്തിരി അവിടെ അത്യാവശ്യം ആ ചുറ്റുവട്ടാരത്തുള്ള വാർഡുകളിലുള്ളവർക്ക് ഒന്ന് പഠിക്കാവുന്ന രീതിയിലൊരു അക്ഷയ സെൻറ്റർ കാലടിയിൽ നമ്മളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന അതായത് അന്നത്തെ വരുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞപ്പോൾ നമ്മൾ അക്ഷയ സെൻറ്റർ നമ്മൾ അവിടെ വെച്ച് അതിൻ്റെ ആ ടൈംസ് അവിടെ വെച്ച് കഴിഞ്ഞ് പിന്നെ വേറെ ടീമുകൾ ഇപ്പോഴത്തെ രീതിയിലുള്ള അക്ഷയ സെൻറ്ററായിട്ട് പുതിയ അക്ഷയ സെൻറ്ററുകളിലേക്ക് അത് മാറ്റം വന്നു. പക്ഷേ മനോജ് ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ഒരു സാധാരണക്കാരായ ആളുകൾക്കൊന്നും ഒരു സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു മേഖലയായിരുന്നില്ല കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഇപ്പം ആളുകളെ അതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിക്കും എല്ലാം മനോജ് നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു? ആദ്യമായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങിയപ്പോൾ വന്നത് ഈ കമ്പ്യൂട്ടർ പഠിക്കാനുള്ള ആൾക്കാർ വരാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. അന്ന് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുതിയൊരു സംഭവമാണ്. അതിനെ എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമോ, എല്ലാവർക്കും പ്രാപ്യമാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? മാത്രമല്ല ഇന്നത്തെ പോലെ ഒരു പ്രൊമോഷൻ കൊടുത്ത് 4 പേരിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കും ഇത് സാധിക്കുമെന്ന് അറിയിക്കാനുള്ള ഒരു സാഹചര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് അവിടേക്ക് ആളുകൾ വരുന്നതും? അല്ല, ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇതിൻ്റെയൊക്കെല്ലാം നമ്മൾ ഇന്നത്തെ പോലെ ഓൺലൈൻ മാധ്യമങ്ങളോ ഓൺലൈൻ പരസ്യങ്ങളൊന്നും ആയിരുന്നില്ല. അന്ന് നമ്മൾ പേപ്പർ പരസ്യങ്ങളായിരുന്നു കൂടുതൽ സമീപിച്ചിരുന്നത്. പേപ്പറിൽ വരുന്ന നോട്ടീസുകളും കാര്യങ്ങളും അനുസരിച്ചാണ് ഓരോ പുതിയ കോഴ്സുകളും ജനങ്ങളിലേക്ക് അറിയിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾ എൻക്വയറി വരുന്നു. അപ്പോൾ മറ്റുള്ള സ്ഥാപനങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് ഈ കമ്പ്യൂട്ടർ പഠിക്കുക എന്നുള്ളതിൻ്റെ ഒരു സാമ്പത്തിക ബാധ്യത വളരെ അധികമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് വെച്ചാൽ അന്ന് മറ്റുള്ളവർ 4000, 5000 അതായത് 2001 4000, 5000 ഫീസ് വരുന്ന കോഴ്സുകൾ ഞങ്ങൾ ഏകദേശം ഒരു 2000, 1500 റേഞ്ചിലേക്ക് താഴ്ത്തി ബേസിക് കമ്പ്യൂട്ടർ കോഴ്സുകളെല്ലാം നമ്മൾ അതിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അപ്പം കുറച്ചും കൂടി ജനങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ള, അതായത് നമ്മുടെ കാര്യം പോലെയുള്ള ഒരു അത്രയും സാമ്പത്തിക ഭദ്രത ഉള്ള ആൾക്കാർ കുറവുള്ള ഒരു മേഖലയിൽ നിന്നും അതായത് മലയാറ്റൂർ അങ്ങനെ ഉള്ള ഏരിയകളിൽ നിന്ന് വരെ വിദ്യാർത്ഥികൾ വന്ന് കുറഞ്ഞ ഫീസിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അത് നമുക്കൊരു പ്രൊമോഷനായിട്ട് കിട്ടി. പിന്നെ ഒപ്പം തന്നെ വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നും പലർക്കും കമ്പ്യൂട്ടറിൻ്റെ ആവശ്യങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ ആവശ്യങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ സാർ ഇവിടെ കമ്പ്യൂട്ടർ ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യം വന്നു തുടങ്ങി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷനിൽ നിന്ന് കമ്പ്യൂട്ടർ സെയിൽസ് എന്നുള്ളൊരു ചെറിയ ബിസിനസ് ഒന്നും കൂടി ഒന്ന് പയ്യെ എക്സ്റ്റെൻഡ് ചെയ്തു. വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി കമ്പ്യൂട്ടറിൻ്റെ ആക്സസറീസും ചെറു കമ്പ്യൂട്ടറും നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്ന കമ്പ്യൂട്ടർ കോഴ്സുകളിൽ നിന്ന് നമ്മൾ കമ്പ്യൂട്ടർ സെയിൽസ് എന്നുള്ളൊരു കാര്യങ്ങളിലേക്കും കൂടി പയ്യൊന്ന് പ്രൊമോട്ട് ചെയ്തു. പിന്നെ ഈ 2001 കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ട്രെയിനിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ കോഴ്സുകൾ എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരെ പോയി വിദ്യാർത്ഥികൾക്ക് പഠിക്കേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയായിരുന്നു.
അപ്പോൾ ആ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കൂടി നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചു. അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ, അതായത് പഴയ കോഴ്സസ് അല്ല, അപ്ഡേറ്റ് അന്നത്തെ രീതിയിൽ അന്ന് MS ഓഫീസ്, വേർഡ്, എക്സൽ, പവർ പോയിന്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനും അത് കഴിഞ്ഞ് അക്കൗണ്ടിങ് മേഖലയിൽ അധികം തൊഴിൽ സാധ്യതകളുണ്ട്. ടാലി കോഴ്സുകൾ ചെയ്യാനും അങ്ങനെ ടാലിയുടെ തന്നെ നമ്മളിപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഓതറൈസ്ഡ് പാർട്ണറാണ്, ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻ്ററാണ്. ടാലിയുടെ ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻ്ററാണ് കാലിയിൽ, ഒപ്പം തന്നെ പാർട്ണറും കൂടിയാണ്. ഇപ്പോൾ മനോജ് പറഞ്ഞല്ലോ, ഇപ്പോൾ അന്ന് ഓൺലൈൻ മാധ്യമങ്ങളില്ല, ആളുകളിലേക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്നും ഇവിടെ ഇത്രയും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാം, ആർക്കും ഇത് ഇതിനുള്ളൊരു സാഹചര്യം ഉണ്ടെന്നൊക്കെ അറിയിക്കണമല്ലോ ആളുകളെ. അപ്പോൾ എങ്ങനെയായിരുന്നു അതിനുള്ളൊരു ശ്രമം നടത്തിയത്? നമ്മളൊരു 3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോഴത്തെ പേപ്പർ നോട്ടീസുകളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെ പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി, അതായത് കോഴ്സുകളുടെ പ്രൊമോഷന് വേണ്ടി നമ്മൾ അന്ന് അന്നത്തെ രീതി അതായിരുന്നു. അപ്പോൾ ഈ നോട്ടീസുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ പേപ്പറിലേക്ക് എത്തിക്കണം എന്ന് വെച്ചാൽ പേപ്പറുകൾ എല്ലാവരുടെയും 4 മണി സമയങ്ങളിലൊക്കെയാണ് പേപ്പറിൽ ഇൻസേർട്ട് ചെയ്ത് തുടങ്ങുക. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലണമെങ്കിൽ ഏകദേശം 2-2:30-3 മണി സമയത്തൊക്കെ ആകും ഓരോ സ്ഥലങ്ങൾ. ഇപ്പോൾ ചിലപ്പോൾ കാഞ്ഞൂരാണെങ്കിൽ കാഞ്ഞൂർ ഏറ്റവും കൂടുതൽ പേപ്പർ വയ്ക്കുന്ന അവിടെ കാഞ്ഞൂർ ചെല്ലണം, അതിൽ മലയാറ്റൂരാണെങ്കിൽ മലയാറ്റൂർ സൈഡിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ കാലടി ടൗണിലാണെങ്കിൽ ടൗണിലേക്ക് ചെല്ലണം. അപ്പോൾ ഒരു 3 മണി 2:30-3 മണി 3:30 സമയങ്ങളിൽ ചെന്ന് അവിടെ എല്ലാം ഏൽപ്പിച്ച് അതിൽ പേപ്പറിൽ ഇൻസേർട്ട് ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം ചെയ്തതിന് ശേഷമാണ് നമുക്ക് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഒരു 4-5 മണി കഴിയുമ്പോൾ നമ്മൾ ആ നോട്ടീസ് വയ്ക്കുന്ന ഒരു രീതി തീരും. അന്നത്തെ ഒരു ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ അതുപോലെ ബോർഡുകൾ വയ്ക്കുക, രാത്രി ബോർഡ്. ഇതൊക്കെ മനോജ് തനിച്ചാണോ ചെയ്തിരുന്നത്? നമ്മൾ എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തുക്കളുടെ പൂർണ്ണമായൊരു സഹകരണം ഉണ്ടായിരുന്നു. പിന്നെ ബോർഡുകൾ വെക്കാൻ പറ്റാൻ നമ്മുടെ കസിൻസ് ഉണ്ടായിരുന്നു, അവരെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവരെല്ലാം സപ്പോർട്ട് കൊണ്ട് തന്നെയായിരുന്നു, നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾ അതിൽ ഉണ്ടായിരുന്നു എല്ലാ സമയവും. പക്ഷേ ഇവരെല്ലാം കൂട്ടുകാരുടെയും നമ്മുടെ കസിൻസിൻ്റെ എല്ലാവരുടെയും സൗഹൃദത്തിലും ആ ഒരു സൗഹൃദ ബന്ധങ്ങളും അവരുടെ ഒരു ഫുൾ സപ്പോർട്ടിലായിരുന്നു നമ്മൾ ആ തുടക്കകാലങ്ങളിലെല്ലാം ശരിക്കും മുന്നോട്ടേക്ക് പോകുന്നത്. അവരെല്ലാവരും ഈ പറഞ്ഞ പോലെ സാമ്പത്തിക കാര്യങ്ങളൊന്നും, അതായത് പൈസ മേടിച്ചോ മറ്റു രീതിയിലൊന്നും അല്ലായിരുന്നു. അവർ ആ സൗഹൃദവും ഇങ്ങനൊരു സ്ഥാപനം മുന്നോട്ടേക്ക് പോകുന്നുള്ള ആത്മാർത്ഥമായ ഒരു ആഗ്രഹവും സ്നേഹവും അവരിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അതിലാണ് നമ്മൾ പയ്യെ പച്ചപിടിച്ച് മുന്നോട്ടേക്ക് കയറുന്നത്. അത് മാത്രമല്ല, ആ രീതിയിൽ ചെയ്യുമ്പം ആ രീതിയിൽ പേപ്പർ നോട്ടീസ് വഴി ഒത്തിരി എൻക്വയറിയും വരാറുണ്ട് കേട്ടോ. അപ്പോൾ വിദ്യാർത്ഥികൾക്കാണെങ്കിലും പ്രായം ചെന്നവർക്കാണെങ്കിലും ഇത് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 50 വയസ്സായാലും 62 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ വരെ നമ്മളവിടെ ഒന്ന് കോഴ്സ് പഠിച്ച് ഹാപ്പിയായി ഇറങ്ങിപ്പോയിട്ട് അവർക്ക് 1 മാസത്തെ കമ്പ്യൂട്ടർ ബേസിക് കോഴ്സുകളൊക്കെ ആയിരുന്നു. പക്ഷേ അവർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് ചെയ്ത മാതൃഭൂമി വിജ്ഞാൻ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അതൊരു 500 മുടക്കിയാൽ മാത്രം അവർക്ക് ബേസിക്കായിട്ട് പഠിക്കാൻ ഒരു കോഴ്സ്. അതിലും ഒത്തിരി പേര് വന്ന് പഠിച്ചു പോയിട്ടുണ്ട്. അവർ അതുപോലെ പ്രായം ചെന്നവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണ് നമ്മൾ ഒരേ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്ത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും സിമ്പിളായിട്ട് മലയാളത്തിൽ തന്നെ നമുക്കത് പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി അവർക്ക് അത് ഉപയോഗിക്കാവുന്ന രീതിയിൽ. അതായത് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ചിത്രത്തിൽ കാണുന്ന ഒരു കമ്പ്യൂട്ടർ അല്ല, നമ്മളത് കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പഠിക്കുന്നു, ഒറ്റയ്ക്ക് അത് എങ്ങനെ അതായത് ഉപയോഗിക്കാൻ ചിലപ്പോൾ കൂട്ടത്തിൽ എല്ലാവരും കൂടി പഠിക്കുക, ബാച്ച് വൈസ് ആയിട്ട് പഠിക്കുക, എന്തെങ്കിലും പഠിച്ചിറങ്ങുന്നതല്ല. അവർ ഒരാൾക്ക് തന്നെ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് കൃത്യമായിട്ട് ആ കമ്പ്യൂട്ടർ ഉപയോഗിക്കാവുന്ന രീതിയിൽ. തുടക്കത്തിൽ നമുക്ക് സ്ഥാപനത്തിൽ എത്ര കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു? അന്ന് 12ഓളം കമ്പ്യൂട്ടറുകൾ അന്ന് തുടക്കത്തിൽ ഉണ്ടായിരുന്നു, 2 ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു സംരംഭമാണ് ഈ ചെറിയ പ്രായത്തിൽ തുടങ്ങിയത്. ഞാൻ എൻ്റെ ഏകദേശം 21 വയസ്സിലാണ് ഞാൻ ആ സ്ഥാപനം അങ്ങനെ എൻ്റെ മനസ്സിൽ തുടങ്ങിയത്. അപ്പോൾ അത്രയും കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതും അതിൻ്റെ പവർ ബാക്കപ്പും കറണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് തുടങ്ങിയത്. അപ്പം കാലടിയിൽ അതിപ്പം ഈ പറഞ്ഞ പോലെ അതേ സ്ഥാപനത്തിൽ തന്നെയാണ്, അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഈ 25 വർഷം കഴിഞ്ഞ് കൊണ്ടിരിക്കുന്നു. അത് ഏകദേശം 26ാമത്തെ വർഷത്തിലേക്ക് പോകുക. 25 വർഷം കഴിയുമ്പോഴും ഇപ്പോഴും ആ പേരിന് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് ഒരു വലിയൊരു കാര്യം. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയതിൽ ഒരുപാട് പേര് വിവിധ മേഖലകളിൽ പ്രശസ്തരായിട്ടും എല്ലാം തുടർന്ന് പോകുന്നുണ്ടോ? പല സ്ഥാപനങ്ങളുണ്ട്. അക്കൗണ്ട് സെക്ഷനിൽ പല സ്ഥാപനങ്ങളും ഞാൻ ചെല്ലുമ്പോഴും അവിടെയൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ അവരുടെ മുഖങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ട്. പക്ഷെ അവർ സാറേ ഞാൻ ഇന്ന വർഷം അവിടെ പഠിച്ചാണ് അങ്ങനെ പലരും ചില വിവാഹങ്ങൾ പല ചടങ്ങുകളിലൊക്കെ ചെല്ലുമ്പോഴും പലരും പറയാറുണ്ട്. അപ്പോഴാണ് ചിലപ്പോൾ നമ്മൾ അവരെ തന്നെ ഒന്ന് ഓർക്കുക. പിന്നെ പുറമേലേക്ക് പോയിട്ടുണ്ട്, പുറമെ പോയി രക്ഷപ്പെട്ടു, അതായത് വിദേശ രാജ്യങ്ങൾ പല ജോലിയുമുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ അവർ പറയാറുണ്ട് നമുക്ക് വളരെ ഉപകാരമായിട്ടോ അത് പഠിച്ചതുകൊണ്ട് വളരെ ഉപകാരമായി. പറഞ്ഞ ചിലവരൊക്കെ പറയുന്നത് അവർ ഗവൺമെൻറ് ജോലികൾക്കൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഈ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. ആ സമയത്ത് ഈ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ടും അവർക്ക് ഒരുപാട് ഗുണങ്ങളായിട്ടുണ്ടെന്നുള്ള രീതിയിൽ നല്ലൊരു അഭിപ്രായം തന്നെയാണ് ഇതുവരെ കേട്ടിട്ടുള്ളത്. എല്ലാവർക്കും അത് ഗുണകരമായിട്ട് തന്നെ കേട്ടിട്ടുള്ളൂ. പിന്നെ നമ്മൾ അന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ 1, 2, 3 വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മൾ ഏകദേശം ഫീസ് തന്നെ മേടിക്കാതെ തന്നെ കോഴ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതൊരു ജോലി കിട്ടാനും അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകാനും അതൊരു
സഹായകമായിട്ടുണ്ട്. അതും നമുക്കൊരു നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ കാലടിക്ക് വരും മനോജ് എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളെങ്കിലും ഇപ്പം മനോജ് SIT അല്ലെങ്കിൽ SIT മനോജ് എന്ന് പറഞ്ഞാൽ അറിയുന്ന രീതിയിൽ ഒരു വാലും കൂടി നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും അത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ അതെ, മനോജ് എന്ന് പറഞ്ഞാൽ SIT മനോജ് എന്ന് പറഞ്ഞാലാണ് പെട്ടെന്ന്, പിന്നെ വേറൊരു ചോദ്യമില്ല. അങ്ങനെ അറിയുന്നു, കുഴപ്പമില്ല. ശരിക്കും വലിയ വൻകിട ആളുകൾ, അതായത് വലിയ ബ്രാൻഡുകളൊക്കെ ഉള്ള ആളുകളൊക്കെ തുടങ്ങിയിരുന്ന ഒരു സ്ഥാപനമാണ്. നമ്മൾ വളരെ എന്താ പറയുക ധൈര്യത്തോടെ ഒരു ഒരു വലിയൊരു വെല്ലുവിളി ആണെന്ന് തന്നെ പറയാം, ഒരു റിസ്ക് എടുത്ത് ചെയ്ത ഒരു ബിസിനസ് എന്ന് തന്നെ പറയാം. എന്തായാലും അതൊരു നല്ല തുടക്കമായി, ഇപ്പോഴും നന്നായി പോകുന്നു. കാരണം അതിന്റെ പിന്നെ എന്തായാലും ഹാർഡ് വർക്ക് തന്നെ ആയിരിക്കും. അതിനോട് ചേർന്ന് പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്താണ് ആഡ് ചെയ്തത്? വരുന്ന വിദ്യാർത്ഥികളിൽ നിന്നുള്ള ആ കമ്പ്യൂട്ടറുകളുടെ എൻക്വയറിയും സാധനങ്ങളെ, അതായത് വീട്ടിൽ ചില കമ്പ്യൂട്ടർ ഇപ്പോൾ മൗസ് കീബോർഡ് ഇങ്ങനെ സാധനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ സാർ ഇത് കിട്ടാൻ എവിടെ ഉണ്ട് എന്നുള്ളൊരു ചോദ്യം വരാറുണ്ട്. അപ്പം അത് നമുക്ക് തന്നെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചതിന് ശേഷം നമ്മൾ തന്നെ ആ ഒരു കമ്പ്യൂട്ടർ സെയിൽസ് എന്നുള്ള രീതിയിലേക്ക് ഒരു നമ്മുടെ കൂടി ഡെവലപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ കമ്പ്യൂട്ടറിന് ആക്സസറീസും കൂടി തുടങ്ങുന്ന രീതിയിൽ തന്നെ കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്ററിൻ്റെ തൊട്ട് ഇപ്പുറത്തെ മുറിയിൽ നമ്മൾ ആ കമ്പ്യൂട്ടർ ഷോറൂം എന്നുള്ള അല്ലെങ്കിൽ ഒരു സെയിൽസിൻ്റെ ഒരു ഡിവിഷൻ എന്നുള്ള രീതിയിൽ നമ്മളത് അങ്ങനെ ഒരു 3 വർഷത്തിന് ശേഷം അവിടെ തുടങ്ങിയപ്പോൾ കാലടിയിലെ പ്രമുഖ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ അവർക്കും കൃത്യമായിട്ട് കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. അവർക്ക് കമ്പ്യൂട്ടർ വേണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അവരുടെ ആവശ്യത്തിന് ഉതകുന്ന കമ്പ്യൂട്ടറുകൾ വേണം എന്നുള്ളൊരു ഐഡിയ അവർക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ അറിവും അനുഭവങ്ങളും വെച്ചിട്ട് അവർക്ക് വേണ്ടത് കോൺഫിഗർ ചെയ്ത് കൊടുക്കാവുന്ന രീതിയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഒപ്പം തന്നെ ക്വാളിറ്റിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്, അതുപോലെ ഈ കസ്റ്റമറുകൾ സത്യസന്ധമായിട്ട് പെരുമാറുക, അല്ലെങ്കിൽ അവർ നല്ല കൃത്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കുക. ആൾക്കാർക്ക് അവർക്ക് കോൺഫിഗറേഷനെ കുറിച്ചൊന്നും അറിയാൻ പാടില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ആദ്യം എനിക്ക് ഒരാൾ കമ്പ്യൂട്ടറിന് ഓർഡർ വന്നപ്പം സാർ എൻ്റെ ഒരു 25,000 രൂപയുണ്ട്, എനിക്കൊരു കമ്പ്യൂട്ടർ വേണം എന്ന് പറഞ്ഞു തന്നൊരവസ്ഥയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് അതല്ല, എനിക്ക് സാറിന് വിശ്വാസമാണ്, പക്ഷേ എനിക്ക് കൃത്യമായിട്ട് അപ്പം നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർ കമ്മിറ്റഡ് ആണ്, അവരുമായിട്ട് നമ്മൾ കമ്മിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അത്രയും നല്ല ക്വാളിറ്റിയിലും വൃത്തിയായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അറിവ് വെച്ചിട്ട് അന്നത്തെ കിട്ടാവുന്ന ഏറ്റവും നല്ല സാധനങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് വർഷങ്ങളോളം അത് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ, വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അങ്ങനെ തന്നെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ആവശ്യങ്ങൾക്കും വരാറുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ഒരാൾ മേടിച്ചു, ആ മേടിച്ച വ്യക്തിയിൽ നിന്നും ഒരു 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 8 വർഷം കഴിയുമ്പോൾ അവർ അടുത്തൊരു കമ്പ്യൂട്ടറിൻ്റെയോ അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെയോ എന്തെങ്കിലും ഒരു എൻക്വയറി കാര്യങ്ങൾ വരുമ്പോൾ വീണ്ടും നമ്മുടെ അടുത്ത് തന്നെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിൽ സാറ്റിസ്ഫൈഡ് ആണ്, അന്ന് നല്ലത് കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് കൊടുത്തതിൻ്റെ ഒരു റിസൾട്ടാണ് പിന്നീട് അവർ നമ്മളെ തന്നെ തേടി വരുന്നത്. അപ്പം ആ ഒരു രീതിയെല്ലാം ഞാൻ നന്നായിട്ട് തന്നെ ആസ്വദിക്കാറും കൂടി ഉണ്ട് കേട്ടോ. അതൊക്കെ ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പോലും ആ ഒരു രീതി ഞാൻ കുറച്ചും കൂടി ഭംഗിയായിട്ട് ആസ്വദിക്കാറുണ്ട്. തീർച്ചയായിട്ടും. എന്താ പറഞ്ഞാൽ നമ്മളൊരു വരുന്ന കസ്റ്റമേഴ്സ് എല്ലാവരും നമുക്ക് ഒരു രീതിയിലും മറ്റു രീതിയിലും നമുക്ക് പരിചയമുള്ളവരും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നീട് ഒന്നും ഇല്ലെങ്കിൽ തന്നെ അവർ പിന്നീട് നല്ലൊരു പരിചയക്കാരായി മാറുന്ന ഒരു അവസ്ഥയായിരിക്കും. അവരായിട്ട് നല്ലൊരു റിലേഷനാണ് ഇതുവരെ കൊണ്ടുപോയി നടത്തുന്നത്. ആരുമായിട്ട് അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുത്താത്ത രീതിയിലൊരു പെരുമാറ്റത്തിന് പരമാവധി അങ്ങനെ ശ്രമിച്ച് ചെയ്തിട്ടുള്ളൂ. പിന്നെ അവർക്കും പ്രത്യേകിച്ച് കുറ്റങ്ങൾ നമ്മൾ ആദ്യം തന്നെ കാലടിയൊക്കെ പറയുകയാണെങ്കിൽ ഗവൺമെൻറ് സെക്ടറിൽ അന്ന് ഈ പറഞ്ഞ പോലെ ഇന്ന് GST ആണെങ്കിൽ അന്ന് GST അല്ല, വാറ്റ് രജിസ്ട്രേഷനൊക്കെ ഉള്ള ഒരു സ്ഥാപനം അങ്ങനെ ഉണ്ടായിരുന്നു പോലുമില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബില്ലിങ്ങും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ സത്യസന്ധമായിട്ടുള്ളൊരു ബിസിനസ് എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇത്ര നാളും പിടിച്ചത്. അതുകൊണ്ട് ആരോടും നമുക്ക് മുഖത്ത് നോക്കി എന്തും പറയുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്താ വെച്ചാൽ നമുക്ക് അവരുമായിട്ട് ഇതിലൊന്നും ഈ കോൺഫിഗറേഷനുകളിൽ എപ്പോഴും ചില മാറ്റങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്താൻ പറ്റുമായിരിക്കും. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കാം ചിലപ്പോൾ. നമ്മൾ ആ രീതിയിലേക്കൊന്നും പോകാതെ കൃത്യമായിട്ട് ബില്ലിൽ കാണുന്ന സാധനം തന്നെ കൊടുക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. ആ രീതിയിൽ തന്നെയാണ് എല്ലാവർക്കും കൊടുത്ത് കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും ഈ ബിസിനസിന്റെ ഒരു വിജയം എന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. പിന്നെ മാത്രമല്ല, ഇത് പരസ്യം കണ്ടിട്ട് വന്ന ആളുകളല്ല മനോജിന്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. മിക്കവാറും പറഞ്ഞറിഞ്ഞും അല്ലെങ്കിൽ ഒരിക്കലും ഉപയോഗിച്ചതിന്റെ വിശ്വാസത്തിന്റെ പുറത്തും കണ്ടിന്യൂ ചെയ്തു പോകുന്ന ബന്ധങ്ങളാണ് അല്ലേ, അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സെയിൽസിന്റെ ഒപ്പം തന്നെ സർവീസും കമ്പ്യൂട്ടർ സെയിൽസ് ഉണ്ട്, കമ്പ്യൂട്ടർ അസംബ്ലിംഗ് ഉണ്ട്, കമ്പ്യൂട്ടർ സർവീസ് ഉണ്ട്. പിന്നെ ഒപ്പം തന്നെ ഇങ്ങനെ കമ്പ്യൂട്ടർ ഇങ്ങനെ അതിലും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് ഒരിക്കൽ ഒരു കസ്റ്റമർ എൻ്റെ അടുത്ത് സാർ ഇൻവെർട്ടർ ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ഇൻവെർട്ടർ ചെയ്യുന്നില്ല, അല്ല ചെയ്തു കൂടെ എന്നുള്ള രീതിയിൽ അപ്പോൾ അന്ന് സാറിനെ ഒപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു. ആ സമയത്താണ് നമുക്ക് V-Guardൻ്റെ ഒരു എക്സിക്യൂട്ടീവ്, എന്തോ ഒരു നിമിത്തം പോലെ V-Guardൻ്റെ എക്സിക്യൂട്ടീവ് ആ സമയത്ത് അന്ന് ആ ടൈമിൽ V-Guard ഇൻവെർട്ടറുകൾ ലോഞ്ച് ചെയ്യുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിൻ്റെ എക്സിക്യൂട്ടീവ് നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് സാറേ നമ്മൾ V-Guardൻ്റെ ഇൻവെർട്ടർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ടോ, മീൻസ് സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ നമുക്ക് ചെയ്യാം, നമുക്ക് എൻക്വയറീസ് വരുന്നുണ്ട്, പക്ഷേ എനിക്ക് നല്ല ബ്രാൻഡ്, ഒരു വിശ്വാസമുള്ള ഒരു ബ്രാൻഡ് അവൈലബിൾ അല്ലാത്തതാണ് ഞാൻ അത്ര അങ്ങോട്ട് ചെയ്തില്ല.
അപ്പോൾ ഇതാകുമ്പം V-Guard ആകുമ്പം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്പനി തന്നെ അതിൻ്റെ സർവീസും സപ്പോർട്ടെല്ലാം കൊടുക്കുന്നുണ്ട്. ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റും കുറച്ച് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ഈ ഇൻവെർട്ടർ സെയിലും അങ്ങനെ പയ്യെ സ്റ്റാർട്ട് ചെയ്തു. അതും വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ ഈ ടാലി ട്രെയിനിങ് സെൻറ്റർ ആയതുകൊണ്ട് ടാലി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് കഴിഞ്ഞ് അവർ യൂസ് ചെയ്യാൻ അവർക്ക് ഉപയോഗിക്കാൻ ടാലി സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യം വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ടാലി സോഫ്റ്റ്വെയറിൻ്റെ സെയിലിലേക്കും കൂടി നമ്മൾ കടന്നു. അങ്ങനെയാണ് ടാലിയുടെ ഓതറൈസ്ഡ് പാർട്ണറായിട്ട് കാലടിയിലെ സ്റ്റാർ പാർട്ണറുകളിൽ ഒരാളായിട്ട് ഞാൻ മാറി. കാലടിയിൽ ആകെ ഒരു സ്റ്റാർ പാർട്ണറെ ടാലിക്ക് ഉള്ളൂ, അത് നമ്മളായി മാറിയത് സെയിൽസിൽ. പിന്നെ ഒപ്പം തന്നെ ടാലിയുടെ ഇപ്പോൾ എഡ്യൂക്കേഷനിലാണെങ്കിലും ടാലിയുടെ എഡ്യൂക്കേഷൻ സെൻ്ററാണ്. ഡയറക്റ്റ് ടാലിയുടെ എക്സാം എഴുതാം, ടാലിയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടെ നിന്ന് ഇഷ്യൂ ചെയ്യാം. ഇവിടെ തന്നെ ഓൺലൈൻ എക്സാം എഴുതി അവർക്ക് സർട്ടിഫിക്കറ്റും സെറ്റായിട്ട് എടുക്കാൻ പറ്റും. അത് ആ സർട്ടിഫിക്കറ്റിന് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ അതിന് അംഗീകാരമുള്ള ടാലിയുടെ തന്നെ സർട്ടിഫിക്കറ്റ് ആയിട്ട് വരുന്നത്. അപ്പം ആ രീതിയിലെല്ലാം ബെനിഫിറ്റ് ഉണ്ട്. അപ്പം ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരു ക്വാളിറ്റി, നമ്മുടെ അറിവ് വെച്ചിട്ട് മാക്സിമം ക്വാളിറ്റി ഉള്ള ഒരു സാധനം കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശമായിരുന്നത്. ഈ ഒട്ടും കമ്പ്യൂട്ടർ അറിയാത്തൊരു കാലഘട്ടത്താണ് നമ്മൾ ഈ ട്രെയിനിങ് എല്ലാം തുടങ്ങിക്കൊണ്ടിരുന്ന സമയം. അപ്പം അവിടെ നിന്ന് നമ്മൾ പയ്യെ വളർന്ന് തന്നെയാണ് ഇങ്ങോട്ട് എത്തിയത്. അപ്പം അപ്പോഴും അന്നും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു നമ്മൾ കസ്റ്റമറിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ സെയിൽ ചെയ്തത്. അല്ലാതെ ഒരാൾ വെറുതെ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ തന്നെ അത് കൊടുക്കാമല്ലോ. അവരുടെ ആവശ്യം അത് തന്നെയാണോ എന്ന് ഒന്നും കൂടി അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു 2-3 വർഷത്തേക്ക് അവർക്ക് വീണ്ടും അപ്ഡേഷൻ ചെയ്യാത്ത രീതിയിലുള്ള അന്ന് ഏറ്റവും അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള വെർഷനാണ് നമ്മൾ ഈ പറഞ്ഞ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഈ ബിസിനസ് ഇങ്ങനെ ചെയ്തു, 21ാമത്തെ വയസ്സിൽ ബിസിനസ് ആരംഭിക്കുന്നു. അത് എല്ലാവരും CD അല്ലെങ്കിൽ മൊബൈൽ അങ്ങനത്തെ ഷോപ്പുകളൊക്കെ നടത്തുന്ന സമയത്ത് നമ്മളൊരു കമ്പ്യൂട്ടർ ട്രെയിനിങ് സെൻറ്റർ തുടങ്ങുന്നു, വ്യത്യസ്തമായൊരു ബിസിനസ്സിലേക്ക് കടക്കുന്നു. ഈ കാലയളവിൽ ഈ ഒരു ബിസിനസ് ജേർണിയിൽ മനോജ് പഠിച്ചൊരു പാഠം എന്താണ്? ഞാൻ പഠിച്ച പാഠം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എപ്പോഴും ഉള്ള ഒരൊറ്റ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഒരു ബിസിനസ് ചെയ്യുക. ഏത് ബിസിനസ് ചെയ്താലും ആ ബിസിനസ് സത്യസന്ധമായിട്ട് നമുക്ക് ലാഭമെല്ലാം എടുക്കാം. ഒരു മിനിമം ലാഭത്തിൽ സത്യസന്ധമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്തോളും. നമ്മൾ വേറെ ഒന്നും എങ്ങും നോക്കണ്ട. അവർ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് നമ്മളെ മുകളിലേക്ക് തന്നെ എത്തിച്ചോളും. ഞാൻ നമ്മുടെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ആഡ് പോലെ നമ്മൾ എന്തൊക്കെ ഇടുമ്പോൾ നമ്മൾ ചില കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ അവരുടെ കുറേ വാക്കുകൾ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ബിസിനസ് കയറി വരേണ്ടത്. അവർ പറയുന്നത് സത്യസന്ധമായിട്ട് പറയും, നമ്മൾ ആരോടും പറഞ്ഞ് പറയിപ്പിക്കുന്നൊന്നും അല്ല. അവർ തന്നെ പറയുന്നു, അവരായിട്ട് അറിഞ്ഞ് എന്നിട്ട് പറയുകയും ചെയ്യും. മനോജ് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ട്, താഴെ എൻ്റെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, വായിച്ചായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ തോന്നിയ ഒരു കാര്യം ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ അതിൽ എഴുതിയെന്ന് ഉള്ളൂട്ടോന്നും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയും അപ്പോൾ നല്ല റിവ്യൂ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത് എപ്പോഴും നല്ലതായിട്ട് തന്നെയാണ് ഞാൻ ചിന്തിക്കുക. പുതിയ ഏത് ബിസിനസ്സിലേക്കാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്? ഇൻവെർട്ടർ ചെയ്തു, കമ്പ്യൂട്ടർ സെയിൽ ചെയ്തു, കോഴ്സുകൾ ചെയ്തു, സോഫ്റ്റ്വെയർസ് സെയിൽ ചെയ്തു, അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എത്തി നിൽക്കുന്ന പുതിയ കാര്യം എന്താണ്? ഇപ്പം നമ്മുടെ ബ്രാൻഡ് തന്നെ ഇറക്കുന്ന ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ആ സോളാർ സിസ്റ്റംസിലേക്കാണ് ഇപ്പോൾ നമ്മൾ അടുത്തായിട്ട് നമ്മൾ പയ്യെ കാല് വെച്ചിരിക്കുന്നത്. അപ്പം ഒത്തിരി പേർക്ക് ഇപ്പോൾ ഒരു 2-3 വർഷമായിട്ട് ചെയ്യുന്നതാണ്. സോളാർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ വീടുകളിലേക്കുള്ള ഓൺ ഗ്രിഡ് സോളാർ ഇപ്പം 78,000 റുപ്പീസ് സർക്കാരിൻ്റെ സബ്സിഡി എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ചെയ്യുമ്പോഴും ആ സബ്സിഡി ലഭിക്കും? അതെ, ഞങ്ങൾ പ്രൈവറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ V-Guardൻ്റെ ഡീലറാണ്. അപ്പോൾ V-Guardൻ്റെ ബ്രാൻഡാണ് നമ്മൾ അതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഈ പറഞ്ഞ പോലെ സബ്സിഡി 78,000 രൂപയോളം സബ്സിഡി നമുക്ക് അതിൽ കസ്റ്റമർക്ക് അവൈലബിൾ ആണ്, കിട്ടുന്നതാണ്. അപ്പോൾ SIT എന്ന് പറയുന്ന സ്ഥാപനം എപ്പോഴും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്, അത്തരം മേഖലകളിലാണ് കൈവയ്ക്കുന്നത്. അങ്ങനെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് സോളാറിലാണ് അല്ലേ? സോളാറിൽ എത്ര സർവീസുകളാണ് നിങ്ങൾ കൊടുക്കുന്നത്? അല്ല, സോളാറിൽ നമ്മൾ ഓൺ ഗ്രിഡ് സോളാർ പാനലുകൾ വെച്ചിട്ടുള്ള നമ്മൾ ആ പവർ സിസ്റ്റമാണ് നമ്മളിവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. വീടുകളിലേക്കുള്ള സോളാറാണ്. അതിൽ ഇപ്പോൾ ഗവൺമെൻറ് സബ്സിഡി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെതായ KSEB നോം അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിൻ്റെ സബ്സിഡി 78,000 രൂപ സബ്സിഡി വരെ കിട്ടുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം വീടുകളിൽ 3 kV മുതൽ ഉള്ള 3 കിലോവാട്ട് മുതലുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് V-Guard എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് നമ്മളിപ്പോൾ അധികം ചെയ്തു വരുന്നത്. അതിൻ്റെ ആ ഒരു കണക്കൊന്ന് പറയാമോ? അതായത് ഏകദേശം എത്ര രൂപ വരെ വൈദ്യുതി ചാർജ് വരുന്ന വീടുകൾക്കാണ് 3,000-4,000 മുതൽ മന്ത്ലി ബില്ല് വരുന്നുണ്ടെങ്കിൽ സോളാർ ചെയ്യുന്ന ലാഭമാണ്, നമുക്ക് സോളാർ വെക്കുന്ന ലാഭമാണ്. അതിനൊരു പരിധി ഉണ്ടാവില്ല, എത്ര രൂപ ബഡ്ജറ്റ് വരും? ഏകദേശം ഒരു 2,20 മുതൽ 2,10, 2,20 മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. അതിലൊരു 78,000 സബ്സിഡി കിട്ടും. അത്രയും ഒരു എക്സ്പെൻസാണ് നമുക്ക് വരുന്നുള്ളൂ. പിന്നെ മാത്രമല്ല അത് നമ്മുടെ ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. കേന്ദ്ര ഗവൺമെൻറ് ബാങ്കുകളുടെയൊക്കെ ലോൺ അവൈലബിൾ ആണ്. പ്രധാനമന്ത്രിയുടെ ലോൺ അവൈലബിൾ ആണ്.
ഇതിന് മുഴുവനായിട്ടുള്ള തുക ലോൺ ലഭിക്കുമോ? മുഴുവനായിട്ടില്ല, 2 ലക്ഷം രൂപ വരെ ലോൺ ലഭിക്കും. ഈ സബ്സിഡിയും കിട്ടും? 2 ലക്ഷം ലോൺ കിട്ടും. 78,000 സബ്സിഡിയും കിട്ടും. ഓക്കെ. ഇപ്പോൾ ഒരാൾക്ക് വീടിന് സോളാർ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം സർവീസുകളാണ് നിങ്ങൾ ചെയ്തു തരിക? ഇയാൾ എന്തെല്ലാം, അതായത് വീട്ടുടമ എന്തെല്ലാം ചെയ്യേണ്ടി വരും? നിങ്ങൾക്ക് എന്തെല്ലാം അതിൽ ചെയ്തു തരാൻ പറ്റും? ഇല്ല, നമുക്കതിന് ലോൺ വേണ്ട രീതിയിലാണെങ്കിൽ ഒരു ആധാർ കാർഡ്, ബാങ്കിൻ്റെ ഏത് ബാങ്കുകളിൽ നിന്ന് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഒരു ക്യാൻസൽഡ് ചെക്ക്, പിന്നെ ID പ്രൂഫ്, ഇത്രയും കാര്യങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കി നമ്മൾ പേപ്പർ വർക്കുകൾ ചെയ്ത് ബാക്കിയെല്ലാം സബ്മിറ്റ് ചെയ്ത് നിങ്ങളൊന്നും അറിയേണ്ട കാര്യമില്ല അതിൽ. അപ്പോൾ ഈ പറഞ്ഞ ലോണൊക്കെ നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുമോ? ആ ലോണും എല്ലാം കാര്യം നമ്മൾ തന്നെ സെറ്റ് ചെയ്യും. അതിൻ്റെ ബാക്കിയുള്ള KCBയുടെ പേപ്പർ വർക്കും ഈ ബാങ്ക് ലോണിൻ്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്യും. നമ്മൾ ആദ്യം തന്നെ ഒരു കൊട്ടേഷൻ നിങ്ങൾക്ക് തരും. ആ റേറ്റുമായിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളുമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങളുടെ അവിടെ ഫീസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അവിടെ ഈ പറഞ്ഞ സോളാർ വെക്കാൻ KCBയിൽ നിന്ന് അനുമതി ലഭിക്കുമെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് തന്നെ ചെയ്യാം. പേപ്പർ വർക്കുകളെല്ലാം കംപ്ലീറ്റ് നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യങ്ങളില്ല. പിന്നെ ബാങ്കിൽ പോയി ആ പേപ്പറിൽ ലോണിൻ്റെ കാര്യങ്ങളിൽ ഒപ്പിടാനുള്ള കാര്യങ്ങൾക്ക് മാത്രം പോയാൽ മതി. ഇപ്പോൾ കൂടുതലും ഇലക്ട്രിക് വാഹനങ്ങൾ വളരെ പോപ്പുലറായി. ഇപ്പോൾ മിക്കവാറും പേര് ഇലക്ട്രിക്കിലേക്ക്, EVയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സോളാറിന് ആവശ്യക്കാർ കൂടിയിട്ടുണ്ടാവില്ലേ? അതെ, കൂടിയിട്ടുണ്ട്. ഇതെല്ലാം വാഹനങ്ങളുടെ ചാർജിങ്ങും വീടിൻ്റെ ആവശ്യങ്ങളും എല്ലാം ഉതകുന്ന രീതിയിലേക്ക് സോളാർ സിസ്റ്റം നമുക്ക് ക്രമീകരിക്കാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും പെട്രോൾ വില കൂടുന്നതുകൊണ്ട് EV വെഹിക്കിളാണ് കൂടുതൽ എല്ലാവരും എടുക്കുന്നത്. അപ്പോൾ അത് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു സോളാർ ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താം. അതിനുള്ളൊരു മാർഗ്ഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഓൺ ഗ്രിഡ് സോളാർ വെക്കുക എന്നുള്ളത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കസ്റ്റമർ തന്നെ ഞാൻ കൊടുത്തേക്കുന്നതിൽ ആൾക്കൊരു ടാറ്റയുടെ ഒരു EV വെഹിക്കിളുണ്ട്. അപ്പം അവരുടെ വീട്ടിലെ വൈദ്യുതി ബില്ല് ക്രമീകരിക്കാൻ വേണ്ടി അവരൊരു 5 kV ഓൺ ഗ്രിഡ് സോളാർ വെച്ചിട്ടുണ്ട്. ആൾ ഹാപ്പിയാണ്. അപ്പോൾ പലപ്പോഴും അവർ മൊബൈലിൽ അതിൻ്റെ ഓരോ ദിവസം കറണ്ട് ഉണ്ടാക്കിയെടുക്കും, ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മൊബൈലിൽ അറിയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളായിരിക്കും. അവർ ഹാപ്പിയാണ്. അപ്പോൾ ആ രീതിയിൽ അവർ ആ ബില്ലും, അതുപോലെ ബില്ല് വളരെ കുറവാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ KCBയുടെ കുറച്ച് ചില റെൻറ്റുകൾ മാത്രമാണ് അതിൽ അടയ്ക്കാനുള്ളൂ. ബാക്കിയൊന്നും അടയ്ക്കാനില്ലാത്തതുകൊണ്ട് അവരും ഹാപ്പിയാണ്. അപ്പം എന്തുകൊണ്ടും മാറി വരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ EV വെഹിക്കിൾ എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉള്ള വീടുകളിൽ സ്വാഭാവികമായിട്ടും സോളാർ വയ്ക്കുന്നത് എന്തുകൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ബെനിഫിറ്റ് അവർക്ക് അത് തന്നെയാണ്. അത് വലിയൊരു വൈദ്യുതി ബില്ലിൽ നിന്ന് അവർക്ക് ഒഴിവാക്കി ലാഭകരമായ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്നത്. അപ്പോൾ മനോജിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എല്ലാവർക്കും ഒരു ഇൻസ്പയർ ചെയ്യുന്നൊരു സ്റ്റോറിയാണ്. കാരണം വലിയൊരു മാറ്റം സംഭവിച്ച് 2000 മില്ലേനിയം ഇയറിൽ കടന്നപ്പോഴേക്കും കമ്പ്യൂട്ടറിലേക്ക് ലോകം മാറിയപ്പോൾ മനോജ് കമ്പ്യൂട്ടറിൻ്റെ ബിസിനസ്സിലേക്ക് വന്നു. ഇപ്പോൾ സോളാർ യുഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സോളാറിലേക്ക് മാറുന്നു, വാഹനങ്ങൾ ഇലക്ട്രിക് ആകുന്നു. അങ്ങനെ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സോളാറിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇനിയും പുതിയ പുതിയ മാറ്റങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജൈത്രയാത്ര തുടരട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ ഈ പറഞ്ഞ ബിസിനസ്സിൻ്റെ തുടക്കം മുതലുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം എന്നോട് ചോദിക്കാനും ഇങ്ങനൊരു അവസരം തന്നതിനും നിങ്ങളോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവിധ ആശംസകളും. താങ്ക് യു മനോജ്. നന്ദി.